മിഖായൽ താല് കളിച്ച ഏറ്റവും ഷോർട്ടസ്റ്റ് ഗെയിമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് 1950-ലാണ്. മിഖായൽ താല് വൈറ്റ് കളിക്കുന്നു, ബ്ലാക്ക് കളിക്കുന്നത് സ്ട്രേയേഴ്സ് എന്ന് പറഞ്ഞ പ്ലെയർ. കളി ഒന്ന് കണ്ടു നോക്കിയാലോ. മിഖായൽ താൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള E4 വെച്ച് കളി കൊടുക്കണം. ബ്ലാക്ക് D6 കളിക്കുന്നു, ഇത് പെർക്ക് ഡിഫൻസ് ആണ്. താല് രണ്ടാമത്തെ പോണും കൂടെ പുഷ് ചെയ്ത് സെൻറ്ററിൽ നല്ലൊരു കൺട്രോൾ കൊണ്ടുവരികയാണ്. ഇവിടെ ബ്ലാക്ക് നൈറ്റിന് D7 കളിക്കുന്നു. ഇത് അത്ര നല്ല പോപ്പുലർ ആയിട്ടുള്ള മൂവൊന്നും അല്ല. പിന്നെ 1950-കളിൽ ഓപ്പണിങ്സ് അത്ര ഡെവലപ്ഡ് ആയിരുന്നില്ല. എന്നാലും ബ്ലാക്ക് നൈറ്റ് D7 കളിക്കുന്നു. താല് ഇവിടെ ബിഷപ്പിനെ പുറത്തിറങ്ങി ബിഷപ്പിനെ C4 കളിക്കുന്നു. അറ്റാക്ക് നേരെ F7 ബ്ലാക്ക് G6 കളിക്കുന്നു. ഇതിന്റെ ഉദ്ദേശം ബിഷപ്പിനെ ഫിയഞ്ചറ്റ് ചെയ്ത് നൈറ്റിനെയൊക്കെ പുറത്തിറക്കി ക്യാൻസൽ ചെയ്യുന്നതാണ്. താല് നൈറ്റിനെയും കൂടെ വെളിയിലേക്ക് ഇറക്കണം. ഇപ്പം നൈറ്റും ബിഷപ്പും വെളിയിൽ ഇറങ്ങി സെൻറ്ററിൽ 2 പോണുകളുണ്ട്. നല്ല ജ്യൂസി പൊസിഷനാണ് ഇവിടെ താലിനുള്ളത്. ബ്ലാക്ക് ആയിട്ടുള്ള പ്ലെയർ കളിക്കുന്നത് ബിഷപ്പ് G7 കളിക്കുന്നു. ഇവിടെ താലിനൊരു മനോഹരമായ കോമ്പിനേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ചെസ് ബോർഡിലേക്ക് വ്യക്തമായിട്ട് നോക്കാവുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു പൊസിഷനിൽ താല് ഒരു അറ്റാക്കിംഗ് മാനേക്കാൾ നമുക്കറിയാം. പക്ഷേ ഈ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ തന്നെ ഇവിടെ താലിന് എങ്ങനെ ജയിക്കാൻ പറ്റും ഒന്ന് കണ്ടു നോക്കിയാലോ. ബിഷപ്പ് വന്നിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുത്തി ചെക്കാണ്. അപ്പോൾ കിങ് മാറിക്കഴിഞ്ഞ് ജസ്റ്റ് കാസ്ലിംഗ് പോകും, കാസ്ലിംഗ് ഒക്കെ പോകും, വലിയ രക്ഷയൊന്നും ഇവിടെ ബ്ലാക്കിനില്ല. ഓൾറെഡി ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലോട്ട് പോകും. അതുകൊണ്ട് കിങ് വെച്ചിട്ട് ബിഷപ്പിനെ അങ്ങ് വെട്ടിയെടുത്തു. ഇവിടെ താല് കണ്ടിന്യൂ ചെയ്യുന്നു, നൈറ്റ് G5 ചെക്ക്. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബ്ലാക്ക് റിസൈൻ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്യുന്നത്? ബ്ലാക്കിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ബ്ലാക്കിന് ഒന്നെങ്കിൽ കിങ്ങിനെ പുറകോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ തൻ്റെ ഹോം സ്ക്വയറിലുള്ള E8 കൊണ്ടുവരാം, അതുമല്ലെങ്കിൽ മുന്നോട്ട് കളിക്കാം. ഇത് മൂന്നും ലൂസിങ് ആണ്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പുറകോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റ് E6 ചെക്കുമാണ്, ക്യൂനിലേക്ക് അറ്റാക്കാണ്. അപ്പോൾ ഒരു ഫോർക്കാണ്. അപ്പോൾ ഇവിടെ എന്തായാലും ക്യൂനിനെ കിട്ടും. പിന്നെ വൈറ്റ് എളുപ്പത്തിൽ ജയിക്കും. അതാണ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ. ഇനി ഹോം സ്ക്വയറിലോട്ട് പോയാലോ. ഹോം സ്ക്വയറിലോട്ട് പോയി കഴിഞ്ഞാൽ നൈറ്റ് ചാടി E6 വരും. ഈ ക്യൂനിന് ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ, ഇവിടെ ഇറങ്ങിപ്പോകാൻ ഒരു സ്ഥലമില്ല. ഈ നൈറ്റ് ഇവിടെ വന്നതോടെ ക്യൂൻ കംപ്ലീറ്റ് ലോക്കപ്പ് ആയിപ്പോയി. അപ്പോൾ ഈ ചെക്കിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പുറകോട്ടുള്ള 2 സ്ക്വയറിലോട്ടും പോകാൻ പറ്റില്ല. ഇനി കിങ് ഇവിടേക്ക് വന്നാലോ, ഒറ്റ മൂവിൽ ആ ചെക്ക്മേറ്റ് ഉണ്ട്. ഏതാണ്? ക്യൂൻ ടു F3 ചെക്ക്മേറ്റ് ആണ്. ഈ ഉള്ള നൈറ്റിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ബിഷപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട്. അത് മാത്രമല്ല ഇവിടെ ചെക്കാണ്. ഈ 2 പോൺസും ഈ സ്ക്വയറുകളെല്ലാം കൺട്രോൾ ചെയ്യണം. E6 സ്ക്വയർ നൈറ്റും കൺട്രോൾ ചെയ്യണം, ക്യൂൻ ഇതെല്ലാം കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായ ചെക്ക്മേറ്റ് സംഭവിക്കും. അപ്പോൾ ഈ താലിൻ്റെ ഈ കൊച്ചു ഗെയിം എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.